ഹലോ, വെൽക്കം ടു ദ നോഷൻ സീരീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ് ടാസ്ക് ആൻഡ് ഡിപ്പെൻഡൻസി ആണ്. പ്രൊജക്റ്റ് റിലേറ്റഡ് റോൾസിൽ വരുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഒരു ഡേറ്റാബേസ് എടുത്ത് ടാസ്ക് ടൈപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മളത് ചെയ്തായിരുന്നു. ക്ലൂക്കപ്പ് പോലെയുള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ടാസ്ക് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ടാസ്ക് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇറ്റ്സ് ഒബ്വിയസ് ആയിട്ട് എല്ലാ ടാസ്കിനും ഒരു സബ് ടാസ്ക് അല്ലെങ്കിൽ അതേപോലത്തെ ഒരു ടാസ്ക് വരാൻ ചാൻസ് ഉണ്ട്. അതിനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. പക്ഷെ അതുകൂടാണ്ട് ഈ പ്രൊജക്ട് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ലൈക്ക് MS പ്രോജക്റ്റിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഇവിടെ നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടും. സോ ലെറ്റ് സി ഹൗ ഇറ്റ് വർക്ക്സ്. ബിഫോർ ദാറ്റ് ഞാനൊരു ചെറിയ ബ്രീഫ് തരാം. ഇതാണ് ഈ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. സോ യു ഹാവ് എ ടാസ്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ ഡിപ്പെൻഡൻസി വീഡിയോ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു ടാസ്ക്കാണ്. ആ ഒരു ടാസ്കിന് നമ്മൾ എന്ത് ചെയ്യും? സബ് ടാസ്കുകളുണ്ട്. സബ് ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് കുഡ് ബി എന്ന് പറയുന്നത് പ്ലാനിങ് ആൻഡ് സ്ക്രിപ്റ്റിംഗ് ആയിരിക്കും ഒരു പോർഷൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വീഡിയോ വേണ്ടി ഷൂട്ട് ചെയ്യാൻ പറ്റും, ഷൂട്ടിങ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അതിനെ എഡിറ്റ് വേണമെങ്കിൽ എഡിറ്റിംഗ് ചെയ്യാം, പിന്നീട് അതിനെ പബ്ലിഷ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ഇതിന് സബ് ടാസ്ക്. ഉദാഹരണത്തിന് പബ്ലിഷ് ചെയ്യുന്നതിൽ തന്നെ നമുക്ക് ചിലപ്പം അഡീഷണൽ ടാസ്ക് ഉണ്ട്. അതായത് ഡിസ്ക്രിപ്ഷൻ അതുപോലെ ചാപ്റ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങൾ ടൈം ലൈൻ കാണില്ല, ടൈം ലൈൻ ചാപ്റ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോക്കണം, ടൈപ്പ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സബ് ടാസ്ക് ആയിട്ട് വരും. അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ഒരു മെയിൻ ടാസ്ക്കാണ്, ഇതിൻ്റെ സബ് ടാസ്ക്കാണ്. ഈ സബ് ടാസ്ക് തന്നെ ഒരു രീതിയിൽ കണക്റ്റഡ് ആണ്, അതായത് ഡിഫറെൻ്റ് ആണ്. ഇപ്പം എനിക്ക് നാളെ ഷൂട്ട് ചെയ്യണം, എൻ്റെ ക്യാമറ ലൈറ്റിംഗ് റെഡിയാണ്, അപ്പോൾ നാളെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാലും ഈ പ്ലാനിങ് ആൻഡ് സ്ക്രിപ്റ്റിങ് ക്ലിയർ ചെയ്യാതെ എനിക്കിവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ടാസ്ക് കഴിഞ്ഞാൽ മാത്രമേ എനിക്കിപ്പോഴും ഷൂട്ട് ചെയ്യാൻ പറ്റൂ. ഇതിന് ഡിപ്പെൻഡൻറ്റ് ടാസ്ക്കാണ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ. ഷൂട്ടിംഗ് തുടങ്ങണമെങ്കിൽ പ്ലാനിങ് ആൻഡ് സ്ക്രിപ്റ്റിംഗ് ആണ്. അതേസമയം പബ്ലിഷിങ്ങിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ തെറ്റാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ എഴുതിയിരിക്കുന്നതിൽ എനിക്കാണെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് വീഡിയോ ആണെങ്കിൽ ഷൂട്ട് ചെയ്യണമെന്നില്ല. ഇത് ഡിപ്പെൻഡിങ് അല്ല. എഡിറ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്യാം. അതേസമയത്ത് ചാപ്റ്റർ സെറ്റ് ചെയ്യണമെങ്കിൽ യു നീഡ് ടു ഷൂട്ട് വീഡിയോ. അതായത് അപ്പോൾ ആണെങ്കിൽ അത് എഡിറ്റ് ചെയ്തതിന് ശേഷം ചാപ്റ്റർ സെറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അതിൻ്റെ ടൈം ലൈൻ ഡിഫറെൻ്റ് ആവും. എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും വീഡിയോ കട്ട് ആകുമ്പോഴത്തേക്ക് ഷോർട്ട് ആവും, ടൈം ലൈൻ ഡിഫറെൻ്റ് ആവും. അങ്ങനെ കാര്യങ്ങൾ നമുക്ക് എല്ലാതെയും ചെയ്യാം. പബ്ലിഷിങ്ങിൽ തന്നെയാണ്. തംബ്നെയിൽ ഇൻഡിപെൻഡൻ്റ് ഓഫ് ഷൂട്ടിംഗ് ആണ്, ഇൻഡിപെൻഡൻ്റ് ഓഫ് എഡിറ്റിംഗ് ആണ്. ബട്ട് പ്ലാനിങ് കുറച്ചെങ്കിലും കിട്ടിയാലേ തംബ്നെയിലാകത്തുള്ളൂ. പക്ഷേ ഈവൻ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തംബ്നെയിൽ ഡിസ്കഷൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഡു ഇറ്റ് കൈൻഡ് ഓഫ് പാരലൽ ആണ്. അതായത് ഇപ്പം മനസ്സിലായല്ലോ, സർട്ടൺ ടാസ്ക് ആർ ഡിപ്പെൻഡൻറ്റ് ബട്ട് സർട്ടൺ ടാസ്ക് ആർ നോട്ട് ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ അതാണ് ആ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു നോഷനിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും ദ സെയിം വേ. ഓക്കെ, let's see how it works. ഇപ്പം നിങ്ങൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സിമ്പിൾ ഡേറ്റാബേസ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോഷൻ ഡിപ്പെൻഡൻസി നോഷൻ ഒരു വീഡിയോ നെയിമാണ്. അതിൻ്റെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. സ്റ്റാറ്റസ് ഞാൻ കാണിക്കാം എന്താണ് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫോൾട്ട് സ്റ്റാറ്റസ് എന്താണോ, നോട്ട് സ്റ്റാർട്ടഡ് പ്രോഗ്രസ് ഡൺ, അത് തന്നെ. അതിൽ കൂടെ ഞാൻ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ബ്ലോക്ക് ആണെങ്കിൽ ഇനി നമുക്ക് ഇതിലേക്ക് സബ് ടാസ്ക് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. സബ് ടാസ്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു ഗോ ടു ഈ ലിറ്റിൽ ഐക്കൺസ് ഉണ്ട്, അവിടേക്ക് പോവുക, ക്ലിക്ക് ചെയ്യുക. ആസ് യൂഷ്വൽ അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മാജിക് കണ്ടിട്ടുള്ളത്. അവിടെ നിന്ന് ഇവിടെ നോക്കുകയാണെങ്കിൽ സബ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സബ് ഐറ്റംസ് ആക്ടിവേറ്റ് ചെയ്യണം. സബ് ഐറ്റംസ് ആൻഡ് ഡിപ്പെൻഡൻസീസ് ഇതിനകത്ത് ഉണ്ട്. നമുക്ക് രണ്ടിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്യുക. നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? സബ് ഐറ്റംസ് ആണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് സബ് ഐറ്റംസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു ടേൺ ഓൺ സബ് ഐറ്റംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. പേരൻ്റ് ഐറ്റം സബ് ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ വരും. ഇതിനെപ്പറ്റിയൊരു ചെറിയ ഡിസ്ക്രിപ്ഷനുണ്ട്. സോ വാട്ട് ഐ വിൽ ഡു, ടേൺ ഓൺ സബ് ഐറ്റംസ് വിൽ ക്ലിക്ക്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ക്ലിക്ക്. ഇത് ഓൺ ആയി കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ സംഭവം വെച്ചാൽ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഒരു ഐക്കണല്ല അതിന് പറയുന്നത്, ഒരു ടോഗിൾസ് വന്നിട്ടുണ്ട്. ടോഗിൾസിൽ നമുക്ക് ന്യൂ സബ് ഐറ്റംസ് ആഡ് ചെയ്യാം. ഞാൻ മുമ്പേ ഡിസ്കസ് ചെയ്ത സബ് ഐറ്റംസ് ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. ഈ ഡിഫറൻസ് വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം സ്ക്രിപ്റ്റ് വേണം. പിന്നീട് എന്താ വേണ്ടത്? ഒരു ഷൂട്ടിംഗ് വീഡിയോ വേണം, ഷൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ സബ് ഐറ്റംസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി സബ് ഐറ്റംസിലൊരു സബ് ഐറ്റംസ് ആഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഷൂട്ടിങ്ങിലാണെങ്കിൽ തന്നെ സെറ്റപ്പ് ക്യാമറ, ജസ്റ്റ് ഞാൻ റാൻഡമായിട്ട് എഴുതുകയാണ്, സെറ്റപ്പ് ക്യാമറ. അങ്ങനെ അതെന്ന് പറയുന്നത് അതൊരു സബ് ഐറ്റംസ് ആയിട്ട് വന്നില്ല. അതിനെ നമുക്ക് ഇതിൻ്റെ സബ് ഐറ്റംസ് ആയിട്ടേ വന്നുള്ളൂ. ഈ ഷൂട്ടിൻ്റെ ഉള്ളിലൊരു സബ് ഐറ്റംസ് ആയിട്ട് വന്നില്ല. അത് ഞാൻ വരണമെങ്കിൽ ഇവിടെ ആയിരുന്നു വരേണ്ടത്. സോ നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നോക്കാം. നോട്ട് ഹാപ്പനിങ്.
സോ ഡ്രാഗ് ഈവൻ നോട്ട് ഹാപ്പനിങ്. ഓക്കെ ഫൈൻ. പക്ഷെ അത് അപ്പം നമുക്ക് അത് എങ്ങനെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുന്നതെന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഈ ഡേറ്റാബേസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ പ്രോപ്പർട്ടീസിൽ 2 പ്രോപ്പർട്ടി ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് പേരൻ്റ് ഐറ്റം, സബ് ഐറ്റംസ് എന്ന് പറയുന്നത് ഞാൻ അതിനെ ഒന്ന് വിസിബിൾ ആക്കുകയാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഞാനിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ പേരൻ്റ് ഇതൊക്കെ ടാസ്ക് ആയതുകൊണ്ട് ഞാൻ പേരൻ്റ് ടാസ്ക് എന്ന് റീനെയിം ചെയ്യുകയാണ്. പേരൻ്റ് ടാസ്ക് ഇതിനെ ടാസ്ക് എന്ന് റീനെയിം ചെയ്യും. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇനി ഇതിൻ്റെ സബ് ഐറ്റമായിട്ട് ഒരു ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിവിടെ ശ്രദ്ധിച്ചോളാം, ഒരു സബ് ടാസ്കിൻ്റെ ഇവിടെ ഒരു അൺടൈറ്റിൽഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു സബ് ഐറ്റംസ് ഇവിടെ ആയിരിക്കുന്നത് സെറ്റപ്പ് ലൈറ്റിംഗ്. സെറ്റപ്പ് ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോളാം, ഇവിടെ സബ് ടാസ്കിൽ ഒരു റിലേഷൻ പോലെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ റിലേഷൻ പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നു, ഈ റിലേഷൻ എന്ന് പറയുന്നത് മറ്റൊരു ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യണം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡേറ്റാബേസ് സ്വന്തമായിട്ട് തന്നെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, റിലേറ്റഡ് ടു ദിസ് ഡേറ്റാബേസ്. ഇഫ് യു ലുക്ക് ഹിയർ ദിസ് ഡേറ്റാബേസ്, നമ്മൾ ഇതുവരെ പഠിച്ച റിലേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റാബേസിനെ ഇതുവരെ പഠിച്ച എല്ലാത്തിലും ഡേറ്റാബേസിനെ വി വിൽ കണക്ട് ടു അനദർ ഡേറ്റാബേസ്, ഒരു എക്സ്റ്റേണൽ ഡേറ്റാബേസ്. ബട്ട് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഡേറ്റാബേസിനെ ഇവർ കണക്ട് ചെയ്തിരിക്കുന്നത് ഇറ്റ്സെൽഫാണ്. അത് സെയിം ഡേറ്റാബേസിനെയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബാക്ക് എൻഡിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കിവിടെ ആണെങ്കിൽ ഇതിപ്പോൾ ഇതിൻ്റെ പേരൻ്റ് ടാസ്ക് നോഷൻ ട്യൂട്ടോറിയലാണ്, ഇതിൻ്റെയും പേരൻ്റ് ടാസ്ക് നോഷൻ ട്യൂട്ടോറിയൽ. ഈ സെറ്റപ്പ് ലൈറ്റ് എന്ന് പറയുന്നത് സബ് ടാസ്ക് ആണ് ഇതിൻ്റെ ഷൂട്ടിൻ്റെ. ഇപ്പം ഞാൻ ഷൂട്ടിൻ്റെ സബ് ടാസ്കിലേക്ക് ഒരു ടാസ്ക് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സെറ്റപ്പ് ക്യാമറ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ, ഇത് ഇതിൻ്റെ സബ് ടാസ്ക് ആവും. ശ്രദ്ധിച്ചോ, ഇത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന സംഭവമാണ് ഈ പേരൻ്റ് ടാസ്ക് സബ് ടാസ്ക്. ഇത് നമുക്ക് അറിയണമെന്നില്ല, പക്ഷേ ദിസ് ഈസ് ഹൗ വർക്ക്സ്. അതായത് ഇതിനൊരു പേരൻ്റ് ടാസ്കും സബ് ടാസ്ക് 2 പ്രോപ്പർട്ടീസ് ഇതുണ്ടാക്കിയിട്ട് അതിനെ ഇറ്റ്സെൽഫായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇവർ ഇത് മാനേജ് ചെയ്യുന്നത്, ഈ സബ് ടാസ്ക് മാനേജ് ചെയ്യുന്നത്. സോ ഇത് നമുക്ക് ടോഗിൾ ചെയ്യാം, ഉള്ളിലേക്കാകാം, അൺടോഗിൾ ചെയ്യാം, നമുക്ക് കിട്ടും. അതിനുള്ളിൽ ന്യൂ സബ് ടാസ്ക് ആണെങ്കിൽ സബ് ടാസ്ക് ആഡ് ചെയ്യാം, എന്തുകൊണ്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം, ബിക്കോസ് നമ്മൾ ഓൾറെഡി ഇതിനെ സബ് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സബ് ടാസ്ക് വർക്ക് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോഷൻ വീഡിയോ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യണം, ഷൂട്ട് ചെയ്യണം, പബ്ലിഷ് ചെയ്യണം. ഞാൻ ഒന്ന് പബ്ലിഷ് എന്ന് കൂടെ എടുത്ത് പബ്ലിഷ് ചെയ്യണം. അങ്ങനെ എന്നിട്ട് അതിന് ഇൻഡിവിജ്വൽ സ്റ്റാറ്റസ് ഉണ്ടാകും. ചിലപ്പോൾ ഇത് ചിലപ്പം ഓൾറെഡി ഇൻ പ്രോഗ്രസ് ആയിരിക്കും. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഷൂട്ടും ഇൻ പ്രോഗ്രസ് ആയിരിക്കും. ഇത് ഞാൻ ഡൺ അടിക്കാം, സ്ക്രിപ്റ്റ് ഡൺ ആയി, ഷൂട്ട് എന്ന് പറയുന്നത് ഇൻ പ്രോഗ്രസ് ആയി. ഇത് നമുക്ക് ഇൻഡിവിജ്വൽ സ്റ്റാറ്റസ് കൊടുക്കാം, എല്ലാം ചെയ്യാം. അതിനിടയ്ക്ക് സബ് ടാസ്കും ടാസ്കും ഹൈഡ് ആയിട്ട് തന്നെ ഇരിക്കും. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഹൈഡ് ചെയ്ത് തന്നെ വെച്ചിരിക്കാം. പഴയത്. ഇനി എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു മെയിൻ കട്ട് എന്ന് പറയുന്നത് ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യാമെന്നാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഷൂട്ട് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻ്റ് ഓൺ സ്ക്രിപ്റ്റ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ വന്നിരിക്കുകയാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം പക്ഷേ തംബ്നെയിൽ ക്രിയേഷൻ ഓർ പബ്ലിക് അതർ തിങ്സ് എന്ന് പറയുന്നത് ചിലപ്പം വേറെ ആയിട്ട് നിൽക്കാൻ പറ്റും. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി, ഡേറ്റ് പ്രോപ്പർട്ടി ആഡ് ചെയ്യാം നമുക്ക് ആദ്യം. ഇതിനൊക്കെ ഡേറ്റ് എന്ന് പറയുന്നത് ഡ്യൂ ഡേറ്റ് ആണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഡ്യൂ ഡേറ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടോട്ടൽ ഡേറ്റും കൂടെ കൊടുക്കുകയാണ്, ഡേറ്റ് കൊടുക്കുകയാണ്. ഞാനിവിടെ 8 സ്റ്റാർട്ട് ചെയ്തു, ദെൻ 18 അത്ര വേണമെന്നില്ല, 1 വീക്കാണ് ഞാൻ എൻ്റെ ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുക്കുന്നത്. ഈ 1 വീക്കിൽ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യണം. ഈ 1 വീക്കിനിടയ്ക്ക് എനിക്ക് 3 സബ് ടാസ്ക് ഉണ്ട്. 3 സബ് ടാസ്കിൽ നമുക്കിപ്പം ഫസ്റ്റ് 8 സ്റ്റാർട്ട് ചെയ്യും, അതൊരു 2 ദിവസം. ഇതിന് ഒരു എൻ ടാസ്ക് കൊടുക്കുക, 2 ദിവസം കംപ്ലീറ്റ് ചെയ്യാം സ്ക്രിപ്റ്റ്. അതിനുശേഷം ഷൂട്ടിംഗ് എന്ന് പറയുന്നത് 10th സ്റ്റാർട്ട് ചെയ്ത് 12th ആകും. 10th സ്റ്റാർട്ട് ചെയ്യും, അതിൽ കീപ്പ് ഇറ്റ് 12th. പബ്ലിഷ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ തൽക്കാലം സീക്വൻഷ്യലായിട്ടാണ് തന്നെ കൊടുക്കുന്നത്. 13th ഞാൻ പബ്ലിഷ് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് ഹൗ ഐ പ്ലാൻ. ഇപ്പോൾ ഒരു എൻ ഡേറ്റും കാര്യങ്ങളും ഉണ്ട്. സോ ഇതിനകത്ത് ഞാനാണെങ്കിൽ അതെങ്ങനെ റിലേറ്റ് ആവും എന്നുള്ളത് ഞാൻ കൊടുത്തിട്ടില്ല. അതെങ്ങനെ കൊടുക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം, എങ്ങനെയാണ് റിലേറ്റ് ആവുന്നത്. അതിനുവേണ്ടി ഡിപ്പെൻഡൻസി ഫീച്ചർ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണം. നമ്മൾ മുമ്പേ കണ്ടതാണ് ഡിപ്പെൻഡൻസി ഫീച്ചർ എന്ന് പറയുന്നത്. ഇവിടെയാണ്, ഇതിപ്പോൾ ഓഫാണ് ഇപ്പോൾ ടോസയിൽ. സോ ഐ വിൽ ക്ലിക്ക് ഓവർ ഹിയർ. നിങ്ങളിത് നോക്കുകയാണെങ്കിൽ വാട്ട് വി കൻ സീ ഈസ് ലൈക്ക് ഇവിടെ ഒരു ഷിഫ്റ്റ് ഓൺലി വെൻ ഡേറ്റ് ഓവർലാപ്സ്, ഷിഫ്റ്റ് ഓൺലി വെൻ, അതായത് നമുക്ക് ഡേറ്റ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡേറ്റ് വരുന്നുണ്ട്, ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഞാൻ ഇതിനകത്തൊന്നും വേറെ ഒന്നും സെറ്റ് ചെയ്യുന്നില്ല. അവോയ്ഡ് വീക്കെൻഡ്സ് ഞാൻ തൽക്കാലം വീക്കെൻഡ്സ് ഓൺ ചെയ്യണം, ബിക്കോസ് നമ്മൾ ചിലപ്പോൾ വീക്കെൻഡ്സിലും ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കാം. ആണ്. സോ ഐ ആം ഗോയിങ് ടു ടേൺ ഓൺ ദ ഡിപ്പെൻഡൻസി. ഇപ്പോൾ ഒന്നും സംഭവിച്ചില്ല. ടേൺ ഓൺ ദ ഡിപ്പെൻഡൻസി ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റുന്നത്, വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത്
നമുക്ക് ടൈം ലൈൻ വ്യൂവിലാണ്. ടൈം ലൈൻ വ്യൂവിൽ നമുക്ക് ഫസ്റ്റ് പോയിട്ട് അതൊന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് വി കൻ ക്രിയേറ്റ് ടൈം ലൈൻ വ്യൂ. ടൈം ലൈൻ വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് പോയി കാണാം. ബേസിക്സിൽ ഫസ്റ്റ് തുടങ്ങുന്ന ഡേറ്റാബേസ് വ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഇത് ഓൺ ചെയ്തു. ഡ്യൂ ഡേറ്റ് ആണ് അത് ടൈം ലൈൻ കാണിക്കുന്നത്. ഷോ ടേബിൾ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുകയാണ്, ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഡൺ അടിച്ചു. വെൻ യു ലുക്ക് ഓവർ ഹിയർ, ഇവിടെ നിങ്ങൾക്ക് ടോഗിൾ ബട്ടൺ കിട്ടും. നിങ്ങൾ ടോഗിൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോഷൻ ട്യൂട്ടോറിയൽ ഡിപ്പെൻഡൻസി വീഡിയോയിലെ 3 ടാസ്കുകൾ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഡിപ്പെൻഡൻസി കാണിച്ചിട്ടില്ല. ഞാൻ എന്താ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ വാട്ട് ഐ വിൽ ഡു, ജസ്റ്റ് ഡ്രാഗ് ഇറ്റ് ഓവർ ഹിയർ. കാണിക്കാം. ഓക്കെ, ഞാൻ കാണിക്കാം. അതിനുശേഷം ഷൂട്ട് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റൂ. ഈ എല്ലാ പബ്ലിഷും എല്ലാം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഈ ടാസ്ക്, അതായത് ബിഗർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് ഞാൻ അവിടെ കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ മനസ്സിലാണെങ്കിൽ ഞാൻ ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ചെയ്തു. അതായത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നതിന് സീരിയലായിട്ട് ഷൂട്ട് ചെയ്താൽ മാത്രമേ, സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റൂ. ഷൂട്ട് ചെയ്താൽ മാത്രമേ പബ്ലിഷ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണ് ഇതിൻ്റെ ഡിപ്പെൻഡൻസികൾ. ഇതിന് ഞാനൊന്ന് എഡിറ്റ് പ്രോപ്പർട്ടി അടിക്കുകയാണ്. ടൈം ലൈൻ വ്യൂ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ എം ജസ്റ്റ് ഷോയിങ് ദി എന്താണ് കാണിക്കുന്നത്, നെയിം മാത്രമേ കാണിക്കുന്നുള്ളൂ. ഐ കൻ ജസ്റ്റ് ഷോ ദ സ്റ്റാറ്റസ് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ യു കൻ സീ പ്രോഗ്രസ്, അതായത് സ്ക്രിപ്റ്റിൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്. സ്ക്രിപ്റ്റ് ഡൺ എന്നുള്ള ഒരു സ്റ്റാറ്റസ് ഇവിടെ കാണിക്കുന്നുണ്ട്, ഇവിടെ ഇൻ പ്രോഗ്രസ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ സീക്വൻഷ്യൽ ആയതുകൊണ്ട് ഇയൊക്കെ മനസ്സിലായി പബ്ലിഷ് ചെയ്യാൻ ആരാണോ പബ്ലിഷ് ചെയ്യുന്നത് ഇത് ഇൻ പ്രോഗ്രസ് ആണ്. സോ യു കെ നോട്ട് ഡു ഇറ്റ്. അല്ലെങ്കിൽ ഇത് ഡൺ ആണ്, അത് കാരണം നിനക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു റിലേഷൻസ് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും, നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രോജക്ട്സ് തന്നെ. ഇതിപ്പോൾ 3 ടാസ്ക് അതുകൊണ്ട് എന്താണ് സീക്വൻഷ്യലായിട്ട് പോകുന്നത് അതുകൊണ്ടാണ്. ബട്ട് ദർ ആർ ലൈക്ക് ഹൺഡ്രഡ്സ് ഓഫ് ടാസ്ക് ഇതിനകത്ത് വരുവാണെങ്കിൽ ഇറ്റ്സ് വിൽ ബി വെരി വെരി യൂസ്ഫുൾ. ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ സെറ്റബിളായിട്ട് അങ്ങനെയുള്ള ഒരു ടാസ്ക് ഉണ്ട്. പബ്ലിഷിനകത്ത് മേ ബി ഐ ക്യാൻ ആഡ് 1 more ടാസ്ക് ഞാൻ ആഡ് ചെയ്ത്. ഈ ടാസ്ക് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നമ്മളിവിടെ നോക്കുമ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഇസ് ട്രൂ. ബട്ട് ദർ ആർ സം തിങ്സ് ലൈക്ക് തംബ്നെയിൽ ഡിസൈൻ, അതെന്ന് പറഞ്ഞാൽ നോ ഡിപ്പെൻഡൻസീസ് നോ ദർ. സോ യു കൻ മേ ബി കംപ്ലീറ്റ് ദാറ്റ് ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിനകത്തെന്ന് പറയുന്നത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ടാസ്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റ് അനുസരിച്ചിട്ട് ആ ഡിപ്പെൻഡൻസി വെച്ചിട്ട് ഓവറോൾ ഷിഫ്റ്റ് ഡേറ്റ് മാറ്റും. പിന്നെ ഞാൻ ഷൂട്ട് എന്ന് പറഞ്ഞ ഡേറ്റ് ഞാൻ ഇങ്ങോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യാണ്. ഷിഫ്റ്റ് ചെയ്ത് 15th ഇട്ടപ്പോൾ വാട്ട് ഹാപ്പൻ, ഓവറോൾ ഡേറ്റ് എന്ന് പറയുന്നത് 18th മാറി. 18th ഷിഫ്റ്റായി. നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മാറി. അതായത് നമുക്ക് ആ ഒരു പ്ലാനിങ് ചെയ്യാൻ നേരത്തെ ഷിഫ്റ്റ് ഡേറ്റ് ഒക്കെ ഷിഫ്റ്റ് അറൗണ്ട് ചെയ്യണമെങ്കിൽ വി ക്യാൻ ഡു ദിസ് വിത്ത് ഡിപ്പെൻഡൻസി ടാസ്ക്. ഇപ്പം ഞാൻ ഈ പബ്ലിഷ് ചെയ്യുന്ന പറയുന്നത് ഓക്കെ അന്ന് തംബ്നെയിൽ ഡിസൈൻ ഞാനാണെങ്കിൽ അങ്ങോട്ട് ഒരു ഡേറ്റിൽ മാറ്റി, പബ്ലിഷ് എന്ന് പറയുന്നത് അങ്ങോട്ടൊരു ഡേറ്റിൽ മാറ്റി. സോ വാട്ട് ഹാപ്പൻ, ഓവറോൾ ഡേറ്റ് ഇവിടെ ചേഞ്ച് ആയി. നമുക്ക് ടേബിൾ വ്യൂവിൽ പോയിട്ട് വേണമെങ്കിൽ ഡേറ്റ് നോക്കാം. നമ്മൾ നേരത്തെ കൊടുത്ത സമയത്ത് ഡേറ്റ് എന്ന് പറയുന്നത് ഇതിന് കംപ്ലീറ്റ് ആവുന്നതാണ്. ഇപ്പോഴാണെങ്കിൽ എന്താ നടക്കുന്നത് 27th കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഡേറ്റ് അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആയിട്ടുണ്ട്. സോ നമ്മളത് നോക്കുകയാണെങ്കിൽ വൈ ഇറ്റ് മീൻസ് ഇതിൻ്റെ ഡേറ്റ് 15 ആയി, ഷൂട്ട് ചെയ്യേണ്ട ഡേറ്റ് 15 to 17 ആയി, പബ്ലിഷ് ഡേറ്റ് 21st ആയി, അതനുസരിച്ച് 22nd വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഡേറ്റ് ഷിഫ്റ്റ് ആവുന്നത്. സോ നമ്മൾ പ്രോപ്പറായിട്ടൊരു ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി യൂസ്ഫുൾ. നമുക്ക് ഷിഫ്റ്റ് പ്ലാൻ ചെയ്യാൻ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, ഡേറ്റ് ഷിഫ്റ്റ് ചെയ്യുക, ചില ആക്ടിവിറ്റീസ് നോക്കുക, ബേസ്ഡ് ഓൺ പീപ്പിൾസ് അവൈലബിലിറ്റി. അങ്ങനെ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ഇവിടെ പീപ്പിൾ അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ മാത്രം ഇതിനകത്ത് ഡേറ്റാബേസിലുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പീപ്പിൾ അല്ല പേഴ്സൺ എടുത്തിട്ട് ഇഫ് യു ഹാഡ് എ പേഴ്സൺ യു ക്യാൻ സീ and you can invite people and you can add the person who is responsible. And if you go to the timeline, നമുക്ക് ആ പ്രോപ്പർട്ടി വിസിബിൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആരാണ് ചെയ്യുന്നതെന്നുള്ളതും കൂടെ കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ പേഴ്സൺ എന്നുള്ളതിൻ്റെ എവിടെയാണ് പേഴ്സൺ എന്നുള്ളത് ഞാൻ വിസിബിൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ if you look here there is a small e coming, so that means if my face ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റും, അത് ആരാണെന്നുള്ളത് കാണാൻ പറ്റും. So that's all about the dependency. നമ്മളൊരു ഡേറ്റാബേസും ഒരു ടാസ്ക് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ടാസ്ക് മാനേജ്മെൻറ്റ് നമ്മുടേതായ പേഴ്സണൽ ടാസ്ക് മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനകത്ത് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് വിൽ ബി വെരി ഹാൻഡി. എസ്പെഷ്യലി ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ ദെൻ ഇറ്റ് വിൽ ബി വെരി വെരി ഗുഡ്. പിന്നെ പ്രോജക്റ്റിൻ്റെ വലിപ്പം അനുസരിച്ച് we can manage it any scale in this Notion.
സോ ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ദാറ്റ് ഈസ് എ റിക്വസ്റ്റ് ഫ്രം മൈ സൈഡ്, ബിക്കോസ് ഒരു ഫുൾ ടൈം ജോബിനിടയ്ക്കാണ് ടൈം കണ്ടെത്തി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അതൊക്കെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയുമ്പോഴാണ് ദാറ്റ് ഈസ് എ മോട്ടിവേഷൻ ടു ഡു ഫർദർ ഓൺ ദിസ് കൈൻഡ് ഓഫ് വീഡിയോസ്. അപ്പോൾ ദയവായി അതൊന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക, എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. ദാറ്റ് വിൽ ബി ഗ്രേറ്റ് ഹെൽപ്ഫുൾ, ആൻഡ് ഇറ്റ് വിൽ ആൾസോ ഹെൽപ്പ് ദ algorithm to recognize that these videos are helpful for so many people, this kind of people, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. So please help me doing like and subscribe. Thank you.